വായിച്ച ഒരു കഥ പറയാം. മുമ്പ് ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധ സ്ത്രീ ഉണ്ടായിരുന്നു. ദൂര സ്ഥലത്ത് നിന്ന് അരുവിയിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് തൻ്റെ 2 തോൽപാത്രത്തിൽ നിറച്ച് ദീർഘദൂരം നടന്ന് കുറെ അംഗങ്ങളുള്ള തൻ്റെ വീട്ടുകാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയായിരുന്നു അവരുടെ ദൗത്യം. മാസങ്ങളായി അത് തുടരും. വലിയൊരു വടി കെട്ടി 2 ഭാഗത്തും തൂക്കിയിട്ട 2 തോൽപാത്രങ്ങൾ. ഒരു തോൽപാത്രം സുഷിരങ്ങൾ വീണ പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. അതിന്റെ തുണയാകട്ടെ സുരക്ഷിതമായ നല്ല തോൽപാത്രം. വൃദ്ധ സ്ത്രീ എല്ലാ ദിവസവും ദൂരെയുള്ള അരുവിയിൽ നിന്ന് 2 പാത്രത്തിലും വെള്ളം നിറച്ച് അത് ചുമന്ന് തന്റെ കുടുംബത്തിലേക്ക് നടക്കും. രാവിലെയും വൈകുന്നേരവും തുടരുന്ന ഈ ജോലി വർഷങ്ങളായി അവർ തുടർന്നു. പൊട്ടിപ്പൊളിഞ്ഞ സുഷിരങ്ങളുള്ള ഈ തോൽപാത്രത്തിൽ വെള്ളം നിറച്ചെടുക്കുമെങ്കിലും സുഷിരങ്ങളിലൂടെ വെള്ളത്തിന്റെ ഏറിയ പങ്കും തുള്ളികളായി വഴിയിലുടനീളം വാർന്ന് നഷ്ടപ്പെടും. വൃദ്ധ സ്ത്രീ വീട്ടിലെത്തുമ്പോൾ നല്ല തോൽപാത്രത്തിലെ നിറകുടം തീർത്തും തന്റെ കുടുംബത്തിന് പ്രയോജനപ്പെടുമാറ് സന്തോഷമാകും. പൊട്ടിപ്പൊളിഞ്ഞ സുഷിരങ്ങളുള്ള ദ്വാരങ്ങളുള്ള തോൽപാത്രത്തിലെ വെള്ളമാകട്ടെ വീട്ടിലെത്തുമ്പോഴേക്ക് പകുതിയോ അതിൽ താഴെയോ മാത്രമേ ബാക്കിയുണ്ടാകാറുള്ളൂ. ഈ നില മാസങ്ങളായി വർഷങ്ങളായി തുടർന്നു. പൊട്ടിപ്പൊളിഞ്ഞ സുഷിരങ്ങളുള്ള തോൽപാത്രത്തിന് തന്റെ അവസ്ഥയെക്കുറിച്ച് സങ്കടമായി, കുറ്റബോധമുണ്ടായി. തന്റെ വെള്ളം ഈ വൃദ്ധ മാതാവിന് പകുതി പോലും വീട്ടിലെത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന പരിഭവം. എന്നാൽ ദ്വാരങ്ങളൊന്നുമില്ലാത്ത നല്ല തോൽപാത്രം അഭിമാനിക്കുകയും ചെയ്തു. ഒരിക്കൽ വൃദ്ധ മാതാവിനോട് വഴിയിൽ വെച്ച് സുഷിരങ്ങൾ വീണ ഒട്ടിപ്പൊളിഞ്ഞ തോൽപാത്രം തന്റെ സങ്കടം പറഞ്ഞപ്പോൾ, എന്റെ ഗതി അമ്മേ ഇതായി പോയല്ലോ. എന്നെ കൊണ്ടുള്ള പ്രയോജനം അമ്മയ്ക്ക് കുടുംബത്തിന് തീർത്തും ലഭിക്കുന്നില്ലല്ലോ. എന്റെ തുണയായ നല്ല തോൽപാത്രമാകട്ടെ അരുവിയിൽ നിന്നെടുക്കുന്ന വെള്ളം മുഴുവൻ കുടുംബത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. എന്റെ ഈ അവസ്ഥയിൽ ഞാൻ സ്വയം ലജ്ജിക്കുന്നു. അപ്പോഴാണ് പക്വമതിയായ വൃദ്ധ മാതാവിന്റെ പ്രതികരണമുണ്ടായത്. സാരമില്ല, നിന്റെ ഈ സുഷിരങ്ങൾ വീണ വെള്ളം വഴിയിലുടനീളം നീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നത് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഗ്രാമത്തിൽ ഞാൻ കടന്നു പോകുന്ന സുദീർഘമായ വഴിയരികിൽ ഒരു ഭാഗത്ത് നല്ല മനോഹരമായ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു, ചെടികൾ വളരുന്നു. എങ്ങനെയാണ് അത് ഉണ്ടായത്? നിന്റെ കുറവും സുഷിരങ്ങളും ന്യൂനതയും മനസ്സിലാക്കിയ അന്ന് മുതൽ നല്ല പുഷ്പങ്ങൾ നൽകുന്ന ചെടികളുടെ വിത്തുകൾ നിന്റെ ഭാഗത്ത് കൃത്യമായി ഞാൻ ഭൂമിയിൽ വിതറിയിരുന്നു. എല്ലാ ദിവസവും നീ ഒഴിച്ചു കൊടുക്കുന്ന ജലഗണങ്ങൾ ആ ചെടികളെ മുളപ്പിച്ചു, തളിർത്തു, വളർത്തി പുഷ്പങ്ങൾ സമ്മാനിച്ചു. എന്നാൽ നിന്റെ തുണയായ സുരക്ഷിതമായ തോൽപാത്രത്തിന്റെ ആ ഭാഗത്ത് ഒരു ചെടി പോലും വളരുന്നില്ല, വഴിയിലുടനീളം ഒരു പ്രയോജനവും ലഭിക്കുന്നുമില്ല. നിന്റെ പ്രയോജനമാകട്ടെ ആയിരക്കണക്കിന് ചെടികളും പൂവുകളും വളരാൻ നിമിത്തമാകുന്നു. ചിലപ്പോഴൊക്കെ മനോഹരമായ ചില പൂവുകൾ അടർത്തിയെടുത്ത് ഞാൻ എൻ്റെ സ്വീകരണ മുറിയിൽ അലങ്കരിക്കാറുമുണ്ട്. വഴിപോക്കർക്കും കാണികൾക്കുമെല്ലാം പ്രകൃതി അണിയിച്ചൊരുക്കുന്ന സുന്ദരമായ ദീർഘമായ ഒരു പൂന്തോട്ടം സമ്മാനിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബത്തിലേക്ക് നേരിട്ട് നിന്റെ സഹായം പ്രയോജനം പൂർണ്ണമായി ലഭിക്കുന്നില്ലെങ്കിലും നീ അറിയുക, നിന്റെ ധർമ്മം ദൗത്യമായി നീ നിർവഹിക്കുന്നു. അത് മറ്റുള്ളവർക്കെല്ലാം പ്രയോജനപ്പെടുന്നു. കഥയിലെ പാഠം: ഈ 2 തോൽപാത്രങ്ങളെ പോലെയാണ് നമ്മിൽ പലരും. കഴിവുകൾ, സർഗവാസനകൾ, പരിശ്രമങ്ങൾ, കഠിനാധ്വാനങ്ങൾ. ചിലരൊക്കെ നേരിട്ട് വീട്ടുകാർക്കോ കുടുംബത്തിനോ സഹായകമാകുന്ന വിധത്തിലാവുകയില്ല അവരുടെ അധ്വാന ഫലങ്ങൾ. പക്ഷേ അവര് പൊതുസേവകരാണ്, കാരുണ്യ പ്രവർത്തകരാണ്. അവരുടെ അധ്വാനവും പരിശ്രമവും മറ്റുള്ളവരെ താലോലിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, സാന്ത്വനിപ്പിക്കുന്നു. തന്റെ വീട്ടുകാർക്ക് നേരിട്ട് ലഭിക്കുന്നില്ലെങ്കിലും അധ്വാന ഫലങ്ങൾ സമൂഹത്തിന്, രാജ്യത്തിന്, സസ്യങ്ങൾക്ക്
എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് ചിലരുടെ ജീവിതം. അതെ, നമ്മുടെ ചില കഴിവുകളെല്ലാം വഴിയിൽ ചോർന്നു പോയാലും അത് മറ്റേതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സമാധാനിക്കാം. ചിലരുടെ സേവനങ്ങൾ തീർത്തും അവരുടെ കുടുംബത്തിന്, അവരുടെ വീടുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ മറ്റു ചിലരുടെ സേവനങ്ങൾ, കഴിവുകൾ, പരിശ്രമങ്ങൾ സമൂഹത്തിനാകമാനം പ്രയോജനപ്പെടുന്നു. നല്ല രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ കാരുണ്യ പ്രവർത്തകർ, വാർഡ് മെമ്പർമാർ, അവരൊക്കെ കുടുംബത്തിൽ ജീവിച്ചു വളരുമ്പോൾ അവരെ കൊണ്ട് ഒരു പ്രയോജനവും വീട്ടുകാർക്ക് ലഭിക്കുന്നില്ലെന്ന പരിഭവം പറയാറുണ്ട് പലരും. എന്നാൽ അത്തരക്കാരുള്ളത് കൊണ്ടാണ് ഈ സമൂഹവും ഈ ലോകവും പൂവുകൾ വിതറി സുഗന്ധം പരത്തി ജീവിക്കുന്നത്. അത് ആലോചിക്കുമ്പോൾ പ്രയോജനം, പരിശ്രമം, കഠിനാധ്വാനം എപ്പോഴും പലർക്കും ഉപകാരപ്പെടുന്നതാണ്. നല്ല കഥ, പാഠം.